ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു ത്രില്ലർ കഥ പറയാനാണ് ആഗ്രഹിക്കുന്നത്. അതൊന്ന് കേട്ടാലോ? ഞാൻ വിപിൻ വിജയൻ. വെൽക്കം ബാക്ക് ടു ടോക്ക് വിത്ത് വിപിൻ. ഈ കഥയിലെ നായകന്റെ പേര് ആകാശ്. പേരെടുത്ത ഒരു ഓൺലൈൻ എഴുത്തുകാരനാണ് അയാൾ. വിരലുകൾ കൊണ്ട് വാക്കുകൾ മെനയുന്ന ഒരു മാന്ത്രികൻ. എന്നാൽ അയാൾ അറിയുന്നില്ലായിരുന്നു തന്റെ ജീവിതത്തിലേക്ക് ഒരു അജ്ഞാതന്റെ വിരലുകൾ കടന്നു വരാൻ അധികം താമസമില്ലെന്ന്. ആ രാത്രി പതിവ് പോലെ ശാന്തമായിരുന്നു. രാത്രി 11:30 മണി കഴിഞ്ഞിരുന്നു. വീടിന്റെ ലിവിംഗ് റൂമിൽ ഒരു കപ്പ് കാപ്പിയുടെ ചൂടിൽ ആകാശ് പുതിയ നോവലിന്റെ അവസാന അധ്യായം പൂർത്തിയാക്കുന്ന തിരക്കിലായിരുന്നു. ഇന്നത്തോടെ തീർത്താൽ മതിയായിരുന്നു, അയാൾ മനസ്സിൽ പറഞ്ഞു. അപ്പോഴാണ് ആ ഫോൺ നോട്ടിഫിക്കേഷൻ മുഴങ്ങിയത്. ഒരു അപരിചിത നമ്പറിൽ നിന്നുള്ള മെസ്സേജ്. തിരക്കിൽ ആകാശ് അത് ശ്രദ്ധിച്ചില്ല. എന്നാൽ പിന്നെയും നോട്ടിഫിക്കേഷനുകൾ വരിവരിയായി വന്നുകൊണ്ടിരുന്നു. ഒരേ സമയം അലോസരപ്പെടുത്തുന്നതും ഭയം നിറഞ്ഞതുമായിരുന്നു. ആകാശ് ലാപ്ടോപ്പിൽ നിന്നും ശ്രദ്ധ മാറ്റി ഫോൺ എടുത്തു. അതിൽ കണ്ട കാര്യങ്ങൾ അയാളുടെ നെഞ്ചൊന്ന് പിടയ്ക്കാൻ കാരണമായി. ക്ഷീണിച്ചോ? ഇന്നത്തെ എഴുത്തെല്ലാം മികച്ചതായിരുന്നു. അത് കേട്ട് ആകാശ് ഒന്ന് ഞെട്ടി. ആരാണിത്? എൻ്റെ ജോലി എങ്ങനെ അറിഞ്ഞു? പിന്നീടുള്ള സന്ദേശം അയാളെ ശരിക്കും ഇല്ലാതാക്കി. ആ കോഫിയുടെ രുചി എങ്ങനെയുണ്ട്? അധികം പഞ്ചസാര വേണ്ടായിരുന്നു. ആകാശ് തൻ്റെ അടുത്തിരുന്ന കോഫി മഗ്ഗിലേക്ക് നോക്കി. കുറച്ചു മുൻപ് മാത്രമേ അയാൾ അത് എടുത്തിട്ടുള്ളൂ. അയാളുടെ സ്വകാര്യതയിലേക്ക് ഈ നിമിഷത്തിലേക്ക് മറ്റൊരാൾ എത്തി നോക്കുന്നു. ഒരുതരം ഭയം അയാളുടെ സിരകളിലൂടെ പടർന്നു കയറി. മറ്റൊന്നും ചിന്തിക്കാതെ ആകാശ് ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു. അല്പനേരത്തെ റിങ്ങിന് ശേഷം കോൾ കണക്ട് ചെയ്തു. മറുഭാഗത്ത് ഒരു വിചിത്രമായ ചിരി കലർന്ന പുരുഷ ശബ്ദം. ഞാൻ കരുതി നിങ്ങൾ വിളിക്കുമെന്ന്. ക്ഷീണം മാറിയോ? അയാൾ ചോദിച്ചു. ആകാശിന്റെ സ്വരം ഇടറി. ആരാണ് നിങ്ങൾ? എന്തിനാണ് എന്നെ ഭീഷണിപ്പെടുത്തുന്നത്? അജ്ഞാതൻ ചിരിച്ചു. അതൊരു വലിയ ചോദ്യമാണ് ആകാശ്. നിങ്ങൾ ഇന്ന് വൈകുന്നേരം പാർക്കിൽ ഒരു ചുവന്ന വസ്ത്രം ധരിച്ച കുട്ടിയെ ശ്രദ്ധിച്ചിരുന്നോ? നിങ്ങളുടെ ശ്രദ്ധ എഴുതുന്നതിൽ ആയിരുന്നത് കൊണ്ട് കണ്ടിട്ടുണ്ടാവില്ല. പാർക്കിൽ പോയ കാര്യം ശരിയാണ്, എന്നാൽ ആ കുട്ടിയെ ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. ഞാൻ അറിയാത്ത, എന്നാൽ ഞാൻ ചെയ്ത ഓരോ കാര്യവും കൃത്യമായി ഒരാൾ നിരീക്ഷിക്കുന്നു. ആകാശ് ഉടൻ തന്നെ ഫോൺ കട്ട് ചെയ്ത് അയാൾ ഭാര്യ മാളവികയുടെ അടുത്തേക്ക് ഓടി. മാളവിക, എഴുന്നേൽക്ക്, ആരോ നമ്മളെ പിന്തുടരുന്നു, ആകാശ് കിതച്ചുകൊണ്ട് പറഞ്ഞു. മാളവിക ഉറക്കച്ചടവോടെ എഴുന്നേറ്റു. അവർ പരസ്പരം സംസാരിക്കുന്നതിനിടയിൽ ആ ഭീകരതയുടെ സൂചന നൽകിക്കൊണ്ട് വാതിലിൽ ഒരു മൃദുവായി മുട്ടുന്ന ശബ്ദം. ആകാശും മാളവികയും പരസ്പരം നോക്കി. ആരുമില്ലാത്ത ഈ സമയത്ത് ആരാണ്? വാതിലിന്റെ പീപ്പ് ഹോളിലൂടെ നോക്കി. ആരുമില്ല. വാതിൽ തുറക്കാൻ തുനിഞ്ഞ ആകാശിനെ മാളവിക തടഞ്ഞു. വേണ്ട ആകാശ്, ദയവായി തുറക്കരുത്. അവർ വാതിലിന്റെ അടുത്തേക്ക് ചെന്നു. അവിടെ തറയിൽ ഒരു സാധനം കിടന്നിരുന്നു. ഒരു കവർ. അതിൽ ആകാശിന്റെ പേരെഴുതിയിരിക്കുന്നു. മാളവികയുടെ കണ്ണിൽ നിന്നും ഭയം ഒഴുകി. അതെങ്ങനെ ഇവിടെ വന്നു? നിങ്ങൾ അടച്ച വാതിലല്ലേ ഇത്? പേപ്പർ തുറന്ന ആകാശ് കണ്ടത് ഒരു റോസാപ്പൂവിന്റെ ഇതളും ഒരു തുണ്ടു പേപ്പറുമാണ്. ആ കയ്യക്ഷരം കണ്ടാലറിയാം അത് എഴുതിയവന് ഭ്രാന്തമായൊരു ചിന്തയുണ്ടെന്ന്. ഭയമാണോ നിങ്ങളെ എഴുത്തുകാരനാക്കുന്നത്? അതോ എഴുതുന്നതാണോ നിങ്ങളെ ഭയപ്പെടുത്തുന്നത്? പ്ലീസ് നോട്ട്. താക്കോൽ താഴെ വെച്ചിട്ടുണ്ട്. ആകാശ് നിലത്തേക്ക് നോക്കി. അവന്റെ വീടിന്റെ മുൻവാതിൽ തുറക്കാനുള്ള താക്കോൽ നിലത്ത് കിടക്കുന്നു. ആ താക്കോലിൽ ഒരു ചെറിയ രക്തക്കറ പറ്റിപ്പിടിച്ചിരുന്നു. ആകാശ് ഞെട്ടലോടെ മൊഴിഞ്ഞു. മാളവിക, ഇയാൾ അകത്ത് വന്നിരുന്നു. മാളവികയുടെ നിലവിളി ഒരു നേർത്ത ശബ്ദമായി തൊണ്ടയിൽ ഒതുങ്ങി. അതേ നിമിഷം ആകാശിന്റെ ഫോൺ വീണ്ടും മുഴങ്ങി. അജ്ഞാതന്റെ നമ്പർ. ആകാശ് ദേഷ്യത്തോടെ ഫോൺ എടുത്തു. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? മറുഭാഗത്തു നിന്ന് ആ ശബ്ദം വീണ്ടും. കാരണം നാളെ രാവിലെ നിങ്ങൾ എഴുതാൻ പോകുന്ന കഥ എനിക്ക് വായിച്ചേ മതിയാകൂ. നാളെ രാത്രി കൃത്യം 12 മണിക്ക് ഞാൻ നിങ്ങളെ തേടി വരും. ആകാശിന്റെ കയ്യിൽ നിന്നും ഫോൺ താഴെ വീണു. ആകാശും മാളവികയും ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ഇരുട്ട് മാത്രം. എന്നാൽ ആകാശിന്റെ കണ്ണുകൾക്ക് മാത്രം അവരുടെ വീടിന് എതിർവശത്തുള്ള വിജനമായ കെട്ടിടത്തിന്റെ മുകളിൽ ഒരു നേർത്ത നിഴൽ അനങ്ങുന്നതായി തോന്നി. ആകാശ് മനസ്സിൽ ആലോചിച്ചു. എവിടെ നിന്നാണ് അയാൾ തന്നെ കാണുന്നത്? എങ്ങനെയാണ് അയാൾ തൻ്റെ വീടിൻ്റെ താക്കോൽ നേടിയെടുത്തത്? ആ രക്തക്കറ ആരുടേതാണ്? ഈ കുഞ്ഞു കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൻ്റെ 2ാം ഘട്ടവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.